ഞാൻ സ്ഥിതിയിലേക്ക് വരപ്പോൾ മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായ VP സജീന്ദ്രനുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ സജീന്ദ്രൻ, സാബു ജേക്കബിന്റെ NDA പ്രവേശനം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഈ ED കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. 3 തവണ സാബുവിന് നോട്ടീസ് നൽകി, പക്ഷേ സാബു ചോദ്യം ചെയ്യലൊന്നും എത്തിയില്ല. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുക കൂടിയാണ് ഈ NDA പ്രവേശനത്തിലൂടെ സാബു ജേക്കബ് ലക്ഷ്യമിടുന്നുണ്ടാവുക. തീർച്ചയായും ഇന്ന് ചാനൽ വാർത്തകളിലൂടെയാണ് ഞാൻ പറഞ്ഞത്. ഈ സാബു ജേക്കബ് മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP സംഘടന അധികാരത്തിൽ വന്നതിന് ശേഷം ഇതേപോലെ ആളുകളെ ഭീഷണിപ്പെടുത്തി, അധികാരം കാണിച്ച് ഭീഷണിപ്പെടുത്തി ആളെ കൂട്ടുന്ന ഒരു ഏർപ്പാട് കുറെ കാലങ്ങളായി തുടങ്ങി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും അത് പരീക്ഷിക്കാൻ പോകുന്നത്. ഇപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ, അതായത് എറണാകുളം ജില്ല പോലുള്ള സ്ഥലങ്ങളിൽ ഈ BJPക്ക് ശക്തി തീരെയില്ലാത്ത സ്ഥലങ്ങളിൽ എങ്ങനെയെങ്കിലും ശക്തി കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് നേരിട്ട് കയറാൻ പറ്റാത്ത സ്ഥലമാണ് എറണാകുളം ജില്ല. അപ്പോ അവിടങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ കയറിപ്പറ്റാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണമാണ് ഈ 2020 പാർട്ടിയിലൂടെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ഇവിടെ വിലപ്പോവില്ല. കാരണം അത് നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ തെളിയിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. എന്തായാലും BJPയെ സംബന്ധിച്ച് ഇതേപോലെ ഭയപ്പെടുത്തി ആളെ കൂട്ടിയത് കൊണ്ട് താൽക്കാലികമായ ഒരു പബ്ലിസിറ്റി കിട്ടുമെന്നുള്ളതല്ലാതെ അതൊന്നും വോട്ടായി മാറുകയില്ല എന്നുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ ഇതുകൊണ്ട് യാതൊരു ഗുണവും NDAക്ക് കിട്ടാൻ പോകുന്നില്ല. താൽക്കാലികമായി NDA മുന്നണി വിപുലീകരിച്ചു എന്നൊരു പബ്ലിസിറ്റി മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ. ഇപ്പൊ സാബു ജേക്കബിനെ സംബന്ധിച്ച് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. ഈ കുന്നത്തുനാട്ടിൽ മാത്രമല്ല, മറ്റ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമെല്ലാം അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തി. അവിടങ്ങളിലെല്ലാം പലയിടത്തും കെട്ടിവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിൽ ഒരു വാർഡിൽ കിട്ടിയത് 5 വോട്ട് മാത്രമാണ്. അപ്പോൾ കുന്നത്തുനാട്ടിൽ പോലും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരുള്ള കുന്നത്തുനാട്ടിൽ പോലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കൈവശമുണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് 2 ഡിവിഷനും UDF തിരിച്ചു പിടിച്ചു. അതേപോലെ തന്നെ കുന്നത്തുനാട് പഞ്ചായത്തും മഴവൂർ പഞ്ചായത്തും 2020 ഭരണമായിരുന്നു, അതും UDF തിരിച്ചു പിടിച്ചു. അങ്ങനെ വലിയൊരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ 2020 രാഷ്ട്രീയപരമായി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇനിയും 2020 ഒറ്റയ്ക്ക് എങ്ങനെ പോകുമെന്നുള്ള ഒരു കണക്കൂട്ടലായിരിക്കാം അദ്ദേഹം നിന്നിരുന്നത്. അപ്പോൾ ഒരു അവസരം ഒത്തുകിട്ടി. അപ്പൊ ഈ നോട്ടീസ് വന്നു എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ഇതൊരു അവസരമായി കണ്ട് ഇതാ ഞങ്ങൾ NDAയോടൊപ്പം ചേരുന്നു എന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുക. ഒരു കാരണവശാലും ഈ കുന്നത്തുനാട്ടിൽ സാമ്പത്തികമായ സഹായം കിട്ടുന്നവരല്ലാതെ മതേതര വിശ്വാസികളായ ആരും ഈ സംഘടനയിൽ NDA മുന്നണിയിലേക്ക് പോകില്ല. അപ്പൊ എനിക്ക് അവിടെയുള്ള സകല ആളുകളെ അറിയാം. പോയിട്ടുള്ള പല ആളുകളും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരിക മാത്രമല്ല, ഇനി ഒരു കാരണവശാലും ഈ 2020 NDAയുമായി സഹകരിച്ചത് കൊണ്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു പക്ഷേ